ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ സാധാരണ വരിക നടയിൽ അല്ലെങ്കിൽ വിളവെടുപ്പ് അല്ലെങ്കിൽ പൂക്കള കാണിക്കുകയൊക്കെയാണല്ലോ. ഇന്ന് നടയിലൊന്നുമല്ല, നടയിലും ഇന്നലെയും വനിയാന്നൊക്കെ നടയിൽ തന്നെ ആയിരുന്നു. കൂർക്ക നട്ട്, കപ്പ നട്ട്, ചേമ്പ് നട്ട്, അങ്ങനെ. ഇന്ന് വിളവെടുപ്പാണ്. ഞാൻ കുറച്ച് ദിവസമായി വിളവെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെറിയ കായ് ഇങ്ങനെ ഇവളുണ്ടാകുന്ന കാണുന്നുണ്ട്. അപ്പം തന്നെ അൽഹംദുലില്ലാ ഇന്ന് ഫസ്റ്റത്തെ വിളവെടുപ്പാണ്. ഇന്ന് ഈ വർഷത്തെ ആദ്യത്തെ വിളവെടുപ്പാണ്. എന്താണെന്നറിയോ? ചതുരപ്പയർ. ഇന്ന് കുറേ പേർക്ക് ചതുരപ്പയറൊക്കെ അറിയായിരിക്കും. എല്ലാം മാംസ്യം അടങ്ങിയ ഇറച്ചിപ്പയർന്ന് പേരുള്ള ചതുരപ്പയറാണ് എന്ന് വിളവെടുക്കാൻ പോകുന്നത്. ഈ ചതുരപ്പയർ നടലെങ്ങനെയെന്നറിയോ? അത് വിത്ത് മുളച്ചുണ്ടാകുന്ന ചതുരപ്പയറാണ്. പക്ഷെ വിത്ത് മുളച്ച് ചതുരപ്പയർ ഉണ്ടായാലും പിന്നെ ആ വള്ളിയെല്ലാം ഉണങ്ങിപ്പോയി, വിളവെല്ലാം കഴിഞ്ഞിട്ട് ഉണങ്ങിപ്പോയാലും പിന്നെ അതിൻ്റെ അടിയിൽ വേരിൻ്റെ വണ്ണം വെച്ച് ഒരു കിഴങ്ങ് വരും. ആ കിഴങ്ങ് ഓരോ വർഷം മഴ തുടങ്ങുമ്പോഴത്തേനും മുളച്ച് വരും. അങ്ങനെ മുളച്ച് വന്നതാണ് എൻ്റേത്. അതുകൊണ്ടാണ് എനിക്ക് ഓഗസ്റ്റ് മാസം ലാസ്റ്റ് ആകുമ്പോൾ വിളവ് കിട്ടുന്നത്. അല്ലാതെ വിത്താണ് നമ്മൾ നട്ടെങ്കിൽ അടുത്ത മാസമൊക്കെ ആകുമ്പോഴേ ആവുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ചെടി കാണിക്കുക, വിളവെടുക്കുന്നത് കാണിക്കുക, എല്ലാം കാണിക്കുന്നത് ആണ്. ചതുരപ്പയറിൻ്റെ വള്ളി ഇതിന് ഇങ്ങനെ നമ്മൾക്ക് വള്ളി പടർന്നു പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുത്താലുണ്ടല്ലോ നന്നായിട്ടുണ്ടാവും. പൂക്കൾ നന്നായിട്ടുണ്ടാവും, കായ ഉണ്ടാവും. അതിൻ്റെ കായ കണ്ടില്ലേ? ഇതാണ് അതിൻ്റെ പാകം. അതിൽ കൂടുതലായ ചകിരി പോലെ നമുക്ക് തോരൻ വെക്കാൻ കഴിയില്ല. ഇത് നടുന്നതെന്ന് പറഞ്ഞാൽ ഏപ്രിൽ മെയ് മാസം നട്ടിട്ടുണ്ടെങ്കിൽ ഈ സമയമാകുമ്പോഴത്തേക്ക് വള്ളി കായാവും. ഇതിന് ചതുരപ്പയർ എന്ന് പറയും. വേറൊരു പേരുണ്ട് ഇറച്ചിപ്പയർ എന്ന് പറയും. ഇതിന് ഇറച്ചിപ്പയർ എന്ന് പറഞ്ഞാൽ ധാരാളം മാംസ്യം അടങ്ങിയത് കൊണ്ട് ഇതിന് ഇറച്ചിപ്പയർ എന്നുള്ളൊരു പേരും കൂടെ ഉണ്ട്. ഇത് തോരൻ വെക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. 4 മാസം തുടർച്ചയായിട്ട് നമുക്കിത് വിളവെടുക്കാൻ കഴിയും. പലതരം പയറുണ്ട്. അതിൽ തന്നെ ഒരു പയർ ചതുരപ്പയർ. ഇത് വിത്ത് മുളച്ചിട്ടാണ്, വിത്ത് പാകി മുളപ്പിച്ചിട്ട് അത് ഉണ്ടാവുന്നത്. ഇതിൻ്റെ വിത്ത് ഒരു ഉരുണ്ട വിത്താണ്. ഇതിൻ്റെ ഉള്ളിൽ വിത്ത് ഉണ്ടാവുന്നത് പൊട്ടിക്കോ ഞാൻ കാണിച്ചിരുന്നുണ്ട്. ഇത് മൂത്തിയില്ല, അതുകൊണ്ട് ചെറിയ വിത്തായിരിക്കും. ആ വിത്ത് സാധാ വിത്ത് നമ്മൾ ഒരു 6 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതിയാവും. എന്നാൽ ഇതിൻ്റെ വിത്തിന് അതിൻ്റെ പുറം ഭാഗം വെച്ച് കട്ടിയാണ്. ഒരു 24 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം. അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോയി നടാം. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ നട്ട് കഴിഞ്ഞ് വലുതായി ഉഷാറായി വന്ന് കായെല്ലാം പറിച്ച് കഴിഞ്ഞ് അവസാനം ഇതെന്താണെന്നറിയോ? വള്ളിയൊക്കെ ഉണങ്ങിപ്പോവും. ഈ ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗം വേര് ഭാഗത്തിന് ഒരു കിഴങ്ങുണ്ടാവും. ആ കിഴങ്ങ് നമ്മളിതൊക്കെ കഴിഞ്ഞ് എല്ലാം ഒഴിവാക്കി കഴിഞ്ഞില്ലേ? അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത വർഷമാകുമ്പോൾ ആ കിഴങ്ങ് മുളച്ച് നല്ല ശക്തിയോടുകൂടി ഇങ്ങ് വരും. ആ ശക്തിയോടുകൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടം പോലെ വള്ളി ആ കൊല പിന്നെ നട്ടോളുന്നില്ല. അങ്ങനെ കൊല്ലങ്ങളോളം ഇത് നമുക്ക് വീട്ടിലുണ്ടാവും. ഒരിക്കൽ നട്ടുപിടിപ്പിച്ചാൽ മതി. ഇത് നിറയെ പൂവണ്ടില്ലേ? ഈ പൂവ് ഇതിൽ ഒരു പച്ചക്കിളിയുണ്ട്. ഈ പച്ചക്കിളി ഇപ്പം ഇതിൽ വരുന്നില്ല. എൻ്റെ റംബൂട്ടാൻ വരേക്ക് പോയി. അതുകൊണ്ട് എനിക്ക് പറിക്കാൻ കിട്ടുന്നുണ്ട്. കണ്ടില്ലേ? നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടോ ഇതിന് നല്ല സൂര്യപ്രകാശം കിട്ടണം, എന്നാൽ നിറച്ചും ഉണ്ടാവും. ഇത് ഞാൻ ഈ വർഷം വിത്ത് മുളച്ചിൻ്റെ ആ ചെടിയല്ല ഇത് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഓഗസ്റ്റ് ലാസ്റ്റ് അല്ലേ ഇതിണ്ടാ പറിക്കാനായത്. ഇത് അടിയിൽ കിഴങ്ങ് മുളച്ചുണ്ടായത്. അത് നട്ടതല്ല, പണ്ട് നട്ടത് കൊണ്ട് കൊല്ലം ഇങ്ങനെ കിഴങ്ങ് മുളച്ചുണ്ടാകുന്നതാണ് ഇത്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പം പറിക്കാനായത്. വിത്ത് മുളച്ചുണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടായത് അല്ലത്. അതുകൊണ്ട് വേഗം കായ കിട്ടുന്നുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലൊക്കെ തപ്പി വേഗം ഒക്കെ തപ്പി പിടിക്കണം. ഇത് പ്രത്യേകം പറയാനുള്ളത് എൻ്റെ ഫസ്റ്റിലെ വിളവെടുപ്പാട്ടോ. ഈ വർഷത്തെ ഫസ്റ്റിലത്തെ ഈ മാംസ്യം അടങ്ങി നന്നായിട്ട് അതിൻ്റെ ഇടക്കൂടെ ഇതുമുണ്ട്. കോവക്കയും എല്ലാം കട്ട പിടിച്ചാൽ നിൽക്കുന്നത്. ഇതിന് വിസ്താരമായിട്ട് വെയിൽ കൊണ്ട് പടർന്നിങ്ങ് പോയാലുണ്ടല്ലോ നമുക്ക് ദിവസേന പറിക്കാനുണ്ടാവും. ഇതിന് ചതുരപ്പയർ, ഇറച്ചിപ്പയർ എന്നല്ലാതെ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങളെ വീട്ടിലൊക്കെ ഇതുണ്ടോ ഒക്കെ എല്ലാം പറയണം.
ഇനി അപ്പറുണ്ട്, ഞാൻ പറിക്കട്ടെ. എനിക്ക് കൂടുതൽ സ്ഥലം ഇല്ലാഞ്ഞിട്ട് പടർന്ന് പോവാനുള്ള സ്ഥലം കുറവായതുകൊണ്ട് ഞാൻ എൻ്റെ നിത്യവഴുതന ഞാൻ ഇവിടെ അങ്ങ് നട്ടു കൊടുത്തതാ. നിത്യവഴുതന ഇഷ്ടം പോലെ ഉണ്ടാകുന്നതാ, കണ്ടില്ലേ? ആ കൂട്ടത്തിൽ നിത്യവഴുതന, കോവക്ക എല്ലാവരും കട്ട പിടിച്ചാണ് നിൽക്കുന്നത്. ഇതിനൊക്കെ നല്ല സ്ഥലം വേണം. നല്ല സ്ഥലമുള്ളവർക്ക് ഇതെന്തൊരു സൂപ്പറാക്കി ഉണ്ടാക്കാന്നറിയോ? കണ്ടില്ലേ? നിത്യവഴുതന കാണാത്തവർക്ക് ഇതൊക്കെ നിത്യവഴുതനയാ. ഇവിടെയൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ കായ്, ചെറിയ ചെറിയ കായ. ഇവിടെയൊക്കെ ഇതങ്ങ് പടരാനുള്ളൊരു സൗകര്യം ഇല്ലാണ്ടായിപ്പോയി. എല്ലാം കൂടെ നട്ട് വളർത്തിയിട്ട് ഈ ചെടി ഭ്രാന്ത് ഉള്ളത് കൊണ്ട് കാണുന്നത് നട്ട് വളർത്തിയിട്ട് അതിനുള്ള സ്ഥലവും ഇല്ല. സ്ഥലമുള്ളവർക്കാണെങ്കിൽ നടാൻ താല്പര്യം ഉണ്ടാവൂല. സ്ഥലമില്ലാത്ത എന്നെ പോലുള്ളവർക്ക് ഇതിൻ്റെ ഇല കാണാത്തവർക്ക് പൂ കാണാത്തവർക്ക് കാണിച്ചു തരാം. ചതുരപ്പയർ ഒരുവിധം എല്ലാ സ്ഥലത്തും ഉണ്ട്. ആ പുതുവെള്ളമൊന്നും അല്ല, നിറച്ച് പൂവാ, കണ്ടില്ലേ? ഈ ചതുരപ്പയർ വള്ളിൻ്റെ ഇടയിൽ കൂടെ കണ്ടോ? ഇതേതാ ഇല്ലാതറിയോ? ഇതാണ് നിത്യവഴുതനൻ്റെ ഇല. ഇത് അതിൻ്റെ ഇടക്കൂടെ തന്നെ ഈ ഇല എന്താ അറിയോ? കോവക്കൻ്റെ എല്ലാം കൂടെ കാട്ട പിടിച്ചിട്ട് നല്ല വിസ്താരമുണ്ട്, നല്ലത്. കുറേ നമുക്ക് എല്ലാം വിളവെടുക്കാനും ഉണ്ടാവും. അതിൻ്റെ ഒക്കെ എല്ലാ തരം വള്ളിയും ഉണ്ട്. പൂവ് ശരിക്ക് കാണിച്ചു തരാം. പൂവ് ഇതാണ് ചതുരപ്പയറിൻ്റെ പൂവ്, ഒരു തരം വയലറ്റ്. എനിക്ക് നടാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ പൊന്നാങ്കണ്ണി നട്ട എവിടെ നോക്ക്. ഇതാവുമ്പോൾ പിന്നെ സ്ഥലം അന്വേഷിച്ച് നടക്കണ്ട, വീടിൻ്റെ അവിടെ അങ്ങനെ ഹാങ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നിറയെ ഉണ്ടാവും. ഞാൻ ഒന്നരാടം പറിക്കൂ. ഇത് കണ്ടില്ലേ? അതിൻ്റെ അടുക്കുക കോവക്ക അത് ഒന്നിച്ച തോര ഉണ്ടാക്കാം. ഈ കോവക്കൻ്റെ ചപ്പു നമുക്ക് എടുക്കാം കേട്ടോ, തോരൻ വെക്കാൻ നല്ലതാ. ഇത് അവിടെ ഒക്കെ ഉണ്ട് കോവക്ക. എൻ്റെ ചതുരപ്പയറിൻ്റെ മരട് ഇവിടെയാ. ഇവിടെയാണ് കിഴങ്ങുള്ളത്. അപ്പം കൊല്ലം ജൂൺ ആകുമ്പോഴത്തേക്ക് ഈ കിഴങ്ങ് മുളച്ച് പൂർവാധികം ശക്തിയോട് കൂടെ അങ്ങോട്ട് വരും. വിത്ത് മുളച്ചിട്ടുണ്ടാകുന്ന അത്ര വണ്ണം ഉണ്ടാവില്ല ആ തണ്ടിന്. ഇതിന് വല്ലാത്ത വണ്ണ ഉഷാറിൽ വരും. അതാണ് എനിക്ക് ഇപ്പം ഈ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ പറിക്കാനായത്. ഇത് വിത്ത് ഏതോ കൊല്ലം നട്ടതാണ്. ഇതിൻ്റെ വിത്ത് ഉണങ്ങിയതിൻ്റെ അടുത്ത് ഇപ്പം കാണിച്ചു തരാനില്ല, നല്ല റൗണ്ടായിട്ടുള്ളതാ. ഇപ്പം അതിൻ്റെ ഇത് കാണിച്ചു തന്നതാ, വള്ളി. ഇത് കണ്ടോ? വള്ളി ഇതിങ്ങനെ പടർത്താൻ കഴിയണം. കണ്ടോ? എൻ്റെ റംബൂട്ടാൻ കൊത്തിപ്പോണ് വിത്ത് പുറത്തേക്കാക്കി അങ്ങ് പോയതാ. ഇവിടെ അത് ഫുള്ളതാ. ഇത് പിന്നെ നോക്കണ്ട, ഫുള്ളങ്ങോട്ട് കൊത്തിപ്പോയി. അവിടെ ഒതുക്കാ കൊത്താത്ത കിട്ടണ്ട. ഇപ്പം പേടിയല്ലോ, ഒന്ന് കൊത്തിയെ തിന്നൂരല്ലോ ആരും. നിങ്ങൾക്കൊക്കെ ഈ പ്രയാസങ്ങളുണ്ടോ? ചില ആൾക്കാർ പറയുന്നത് കേൾക്കുന്നുണ്ട്, തീരെ കിട്ടിയില്ല, മുഴുവൻ പക്ഷികൾ തിന്നുപോയി എന്നുള്ളത്. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായില്ല. എന്നാലും ഞങ്ങൾക്ക് ദിവസേന അങ്ങ് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ? നല്ല ടേസ്റ്റാണ്. ഇതെൻ്റെ ബട്ടർ നല്ലോണം പൂത്തുന്നു, നന്നായിട്ട് പൂത്തുന്നു. ഇപ്പോൾ നിങ്ങൾ സമയം വൈകിട്ടൊന്നുമില്ല, നഴ്സറി പോയിട്ട് തൈ വാങ്ങാൻ നടുക. അങ്ങനെ നട്ട് കൊണ്ടു നടന്നുണ്ടെങ്കിൽ നമുക്ക് കൊല്ലത്തിൽ നമുക്ക് ഇങ്ങനെ കായ് വന്ന് പറിച്ചുകൂടും. ഇതിൻ്റെയൊക്കെ വില ചോദിച്ചു നോക്കി. കടയിൽ പോയിട്ട് മക്കളിലെ പുറക്കാർ നിർബന്ധമായിട്ടും ഇത് നട്ടുപിടിപ്പിക്കണം. അപ്പോൾ കണ്ടില്ലേ എൻ്റെ ചതുരപ്പയർ വിളവെടുത്തത്? അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.